ഖമേനി വധിക്കപ്പെട്ടത് എങ്ങനെയാണ്? അതിനിർണായകമായ വിവരങ്ങളാണ് ഈ വിഷയത്തിൽ പുതിയതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഖമേനിയുടെ ഓരോ ചുവടുവെപ്പും ഇസ്രയേൽ കണ്ടുകൊണ്ടിരുന്നു. അദ്ദേഹം എപ്പോൾ ഉണ്ണുന്നു, എപ്പോൾ ഉറങ്ങുന്നു, ഏത് കാറിലാണ് യാത്ര ചെയ്യുന്നത് എന്നുവരെ മൊസാദിന് മനഃപ്പാടമായിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവിനെ വധിക്കാൻ ഇസ്രയേൽ വിരിച്ച ആ സൈബർ വലയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ചാര സംഘടനയായ മൊസാദ് നടത്തിയത് വർഷങ്ങൾ നീണ്ട ഓപ്പറേഷൻ ആയിരുന്നു. അവയെല്ലാം അതീവ രഹസ്യ സ്വഭാവമുള്ളവയായിരുന്നു. ഇത് കേവലം ഒരു മാസത്തെ അസിസ്റ്റൻസ് ആയിരുന്നില്ല. ഇറാനിലെ ട്രാഫിക് ക്യാമറകൾ മുതൽ പ്രധാന മൊബൈൽ ടവറുകൾ വരെ ഇസ്രയേൽ ഹാക്കർമാർ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയിരുന്നു. നാം സാധാരണയായി റോഡുകളിൽ കാണുന്ന ട്രാഫിക് ക്യാമറകൾ എങ്ങനെയാണ് ഒരു ഭരണാധികാരിയുടെ അന്തകനാകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ടെഹ്റാനിലെ റോഡുകളിലെ ഓരോ ക്യാമറയും ഖമേനിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്ന നിമിഷം കൃത്യമായി ഒപ്പിയെടുത്തു. ഈ ദൃശ്യങ്ങൾ നിമിഷ നേരം കൊണ്ട് ഇസ്രയേലിലെ അതീവ രഹസ്യമായ സെർവറുകളിൽ എത്തിയിരുന്നു. അവിടെ ഇരുന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഈ വിവരങ്ങൾ വിശകലനം ചെയ്ത മൊസാദ് ഖമേനിയുടെ ദിനചര്യകൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ഇതിലും ഭീകരമായ മറ്റൊരു വസ്തുത എന്താണെന്നറിയാമോ? ഖമേനിയുടെ വസതിക്കും ഓഫീസിനും ചുറ്റുമുള്ള സൈബർ ഇടപെടലുകളാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ കോമ്പൗണ്ടിന്റെ പരിസരത്തുള്ള ഒരു ഡസനോളം മൊബൈൽ ടവറുകളുടെ പൂർണ്ണ നിയന്ത്രണം ഇസ്രയേൽ ചാരന്മാർ നേരത്തെ തന്നെ കൈക്കലാക്കിയിരുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് നേതാക്കളുടെ ആശയവിനിമയങ്ങൾ ചോർത്തുന്നതിനും അവരുടെ ലൊക്കേഷൻ മില്ലിമീറ്റർ കൃത്യതയോടെ തിരിച്ചറിയുന്നതിനും സഹായിച്ചതായും റിപ്പോർട്ടുകളിൽ പറയുന്നു. തന്റെ വസതിയിൽ ഇരിക്കുമ്പോൾ പോലും താൻ നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഖമേനി അറിഞ്ഞിരുന്നില്ല എന്നതായിരുന്നു മറ്റൊരു വസ്തുത. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യുന്നു, ഷിഫ്റ്റുകൾ മാറുന്നത് എപ്പോഴാണ്, ഓരോ വാതിലിലൂടെയും കടന്നു പോകുന്ന വ്യക്തികൾ അവർ ആരെല്ലാമാണ് എന്നതിനെ കുറിച്ചെല്ലാം ഇസ്രയേലിന് വ്യക്തമായ ബ്ലൂ പ്രിന്റ് ഉണ്ടായിരുന്നതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഭീമാകാരമായ ദൗത്യത്തിൽ ഇസ്രയേൽ ഒറ്റയ്ക്കായിരുന്നില്ല. അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗമായ CIA വലിയൊരു പിന്തുണ ഈ ഓപ്പറേഷന് പിന്നിലുണ്ടായിരുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ CNN റിപ്പോർട്ട് ചെയ്യുന്നത്. ഖമേനി എവിടെയൊക്കെ താമസിക്കുന്നു, ആക്രമണ ഭീഷണി ഉണ്ടാകുമ്പോൾ ഏത് ബങ്കറിലേക്കാണ് അദ്ദേഹം മാറുന്നത് തുടങ്ങിയ രഹസ്യ വിവരങ്ങൾ അമേരിക്ക ഇസ്രയേലിന് കൈമാറിയിരുന്നു അത്രേ. ഖമേനിയെ കൂടാതെ ഇറാനിലെ റവല്യൂഷണറി ഗാർഡ് മേധാവികളും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും ഇത്തരത്തിൽ ദീർഘകാലമായി നിരീക്ഷണത്തിലായിരുന്നു എന്നതാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത്. ശത്രുവിന്റെ കണ്ണുകൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നുവെന്ന് ഇറാൻ തിരിച്ചറിയാൻ ഒരുപക്ഷെ വൈകിപ്പോയി. ഒടുവിൽ ആ നിർണായക ദിനം വന്നെത്തി. അതായത് ശനിയാഴ്ച രാവിലെ ഇറാനിലെ അതീവ സുരക്ഷാ കോമ്പൗണ്ടിൽ ഖമേനിയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ഒരു രഹസ്യ യോഗം ചേരുന്നു എന്ന വിവരം മൊസാദിന് ലഭിച്ചു. യഥാർത്ഥത്തിൽ ആക്രമണം രാത്രിയിൽ നടത്താനായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും നേതാക്കളുടെ ഈ സാന്നിധ്യം 100% ഉറപ്പിക്കാൻ വേണ്ടി ആക്രമണം പകൽ സമയത്തേക്ക് മാറ്റുകയായിരുന്നു. ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ തൊടുത്ത ബോംബുകൾ ലക്ഷ്യം തെറ്റാതെ പതിച്ചു. ഖമേനിയും റവല്യൂഷണറി ഗാർഡ് മേധാവിയും ഉൾപ്പെടെ ഏകദേശം 40ഓളം മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ആ നിമിഷം കൊല ചെയ്യപ്പെട്ടത്. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെയും സുരക്ഷയെയും നോക്കുകുത്തിയാക്കി ഇസ്രയേൽ നടത്തിയ ഈ നീക്കം ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ പുതിയ മുഖമാണ് വെളിപ്പെടുത്തുന്നത്. തോക്കുകളെക്കാളും മിസൈലുകളെക്കാളും അപകടകാരികൾ ഡിജിറ്റൽ ലോകത്തെ ചാരന്മാരാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇതിന്റെ പ്രതിഫലനങ്ങൾ എന്തൊക്കെയാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.